എല്ലാവർക്കും കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ആമ്പൂർ ബിരിയാണിയാണ്. ആമ്പൂർ ബിരിയാണിയെ പറ്റിയിട്ട് അറിയാത്ത ആരും തന്നെ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടാവും തോന്നുന്നില്ല. തമിഴ്നാട്ടിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. ഞാൻ കുറേ നാളായിട്ട് ഇതിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. കാരണം എൻ്റെ അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. നമ്മളിതിൽ ചേർക്കുന്ന ഒരു ചില്ലി പേസ്റ്റിൻ്റെ ഒരു മണവും രുചിയും, അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ അവരിതിന് ഉപയോഗിക്കുന്നത് ഒരു സ്പെഷ്യൽ റൈസാണ്. നല്ല മണമുള്ള സീരക സാമ്പാർ റൈസാണ് അവർ ഉപയോഗിക്കുന്നത്. പക്ഷേ അത് എനിക്ക് കിട്ടിയില്ല. ഞാൻ അതിന് പകരം ജീരകശാല റൈസ് വെച്ചിട്ടാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ആമ്പൂർ ചിക്കൻ ബിരിയാണി വളരെ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനൊരു 15 കാശ്മീരി മുളകാണ് ഇന്ന് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. സാധാരണ മുളക് വേണമെങ്കിലും എടുക്കാം, പക്ഷേ അതിന് നല്ല എരിവായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ മുഴുവനായിട്ട് കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മുളകിലേക്ക് നല്ല തിളക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്തെടുക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല തിളക്കുന്ന വെള്ളം ഒഴിച്ച് നമുക്കൊരു 10 മിനിറ്റ് ഇതിങ്ങനെ അടച്ചു വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 1300 ഗ്രാമോളം ഉണ്ട്. അപ്പോൾ ചിക്കൻ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് 4 കപ്പ് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജീരക സാമ്പാർ റൈസ് കിട്ടുകയാണെങ്കിൽ അതാണ് പെർഫെക്റ്റ്. അത് വെച്ചിട്ട് തയ്യാറാക്കുമ്പോഴാണ് നമുക്ക് ആമ്പൂർ ബിരിയാണിയുടെ ഒരു ഓതൻറ്റിക് ടേസ്റ്റ് കിട്ടുന്നത്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ആമ്പൂർ ബിരിയാണി കഴിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. മാത്രമല്ല ആ ഒരു റൈസ് ഈ ഒരു മസാലയായിട്ട് നല്ലോണം ബ്ലെൻഡായിട്ട് നിൽക്കുകയും ചെയ്യും. അതാണ് പെർഫെക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതുതന്നെ എടുക്കുക. എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ജീരകശാല റൈസ് എടുത്തത്. അപ്പോൾ ഞാൻ ഈ റൈസ് നല്ലതുപോലെ കഴുകി അരമണിക്കൂർ വെള്ളത്തിലിങ്ങനെ കുതിർത്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുളക് ചൂടുവെള്ളത്തിലിട്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഫൈൻ പേസ്റ്റൊന്നും ആയിട്ടില്ല, എന്നാലും ഒരുവിധം നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഞാനൊരു പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. സാധാരണ പാത്രം വെച്ചിട്ടും തയ്യാറാക്കാം, കാരണം ചിക്കനാണ് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാനൊരു വീതിയുള്ള കുക്കർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പോളം നെയ്യും അത്രയും അളവിൽ തന്നെ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായ്, ഒരു തക്കോലം, 2 ബേ ലീവ്സ് ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 3 സവാള ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. സവാളയുടെ കളർ മാറി ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ വഴറ്റുക. അപ്പോൾ സവാള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ചില്ലി പേസ്റ്റ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചില്ലി പേസ്റ്റാണ് നമ്മുടെ ബിരിയാണി സ്പെഷ്യലാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/4 കപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ചില്ലി പേസ്റ്റും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് വരെ ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി ചേർക്കാം. 2 ചെറിയ തക്കാളിയാണ് കേട്ടോ, വലുതാണെങ്കിൽ ഒരെണ്ണം മതി. പിന്നെ ഒരു 1/2 കപ്പോളം മല്ലിയില അരിഞ്ഞത് ഞാൻ ചേർക്കുന്നുണ്ട്. 1/2 കപ്പിലും കൂടുതലുണ്ടാവും. പിന്നെ ഏകദേശം അതിൻ്റെ പകുതിയോളം പുതിനയിലയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാൻ 1 ടേബിൾ സ്പൂണിലധികം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ചേർത്തിട്ടും ഞാൻ കുറച്ചധികം സമയം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും 4 ടേബിൾ സ്പൂൺ തൈരും ചേർക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഇതുപോലെ ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പ്രഷർ കുക്കർ അടച്ചു വെക്കാം. ഞാനിതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. വെയിറ്റ് ഇടാതെയാണ് ഇത് വേവിക്കുന്നത്, കാരണം ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ വെയിറ്റ് ഇട്ട് കൊടുക്കണം എന്നില്ല. അതുമാത്രമല്ല, ചിക്കൻ ഒരുപാട് സമയം വേവിക്കണ്ട. ഒരു 5 മിനിറ്റ് മാത്രം അടച്ചു വെച്ച് വേവിച്ചാൽ മതി. കാരണം നമ്മൾ റൈസും കൂടി ചേർത്തിട്ട് വീണ്ടും വേവിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഞാൻ ഈ കുക്കർ ഒന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ചിക്കനൊക്കെ കുറച്ചൊന്ന് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരി ഉണ്ടല്ലോ, അതിൽ വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളത് ഈ അരി സെപ്പറേറ്റ് വേവിച്ച് ചേർക്കുന്നവരുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ തന്നെ മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ വേറെ വേവിച്ചാലും ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് തന്നെയാണ് എടുക്കുന്നത്. അല്ലാതെ ദം ചെയ്യുന്നു അങ്ങനെയൊന്നുമില്ലല്ലോ, സെപ്പറേറ്റ് ഒന്നും അല്ലല്ലോ. അപ്പോൾ ഞാൻ ഒരുമിച്ച് തന്നെ ഇട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇത് വേറെ വേറെ വേവിച്ച് ലാസ്റ്റ് മിക്സ് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ 4 കപ്പ് റൈസാണ് എടുത്തത്. പക്ഷേ ഞാനിതിൽ നിന്ന് 5 കപ്പ് തിളക്കുന്ന വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം നമ്മുടെ ചിക്കൻ്റെ മസാലയിൽ കുറച്ച് ഗ്രേവി ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് സാധാരണ നമ്മൾ 4 കപ്പ് റൈസിന് 6 കപ്പ് വെള്ളമാണ് എടുക്കുക. ഞാനിന്ന് 4 കപ്പ് റൈസിന് 5 കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊന്ന് ശ്രദ്ധിക്കുക. കാരണം ചിക്കൻ മസാലയിൽ കുറച്ച് ഗ്രേവി കുറച്ച് വെള്ളം കിടപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ കുക്കറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒറ്റ വിസിൽ വരുന്നത് വരെയാണ് ഇത് വേവിക്കേണ്ടത്. ഒറ്റ വിസിലിന് ശേഷം ഓഫ് ചെയ്യുക. എന്നിട്ട് സ്റ്റീം പോയി കഴിയുമ്പോൾ നമുക്കത് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചത് അറബിക് പ്രഷർ കുക്കറാണ്. ഇതിൽ വിസിൽ വരില്ല. പക്ഷേ ഇതിൽ നല്ലോണം സ്റ്റീം വന്നു കഴിയുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെ ആവി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇട്ടുകൊടുത്തിരിക്കുന്ന ഈ ഒരു വെയിറ്റ് ഉണ്ടല്ലോ, വെയിറ്റ് ഇങ്ങനെ കറങ്ങുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 3 മിനിറ്റ് മാത്രമേ ഇത് വേവിക്കേണ്ട ആവശ്യമുള്ളൂ. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതുമാത്രമല്ല നമുക്ക് ഈ പ്രഷർ കുക്കർ പെട്ടെന്ന് തന്നെ തുറക്കാനും പറ്റും. സാധാരണ പ്രഷർ കുക്കർ പോലെ ഓഫ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് തുറക്കാം. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്ത് ഒരു 1-2 മിനിറ്റ് മാത്രം വെയിറ്റ് ചെയ്തിട്ട് ഇത് തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ലതുപോലെ വെന്തിട്ടുണ്ട്, എന്നാൽ ഒട്ടും കുഴഞ്ഞു പോയിട്ടോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മുടെ ആമ്പൂർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ആ ഒരു ചില്ലി പേസ്റ്റിൻ്റെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ചൂടോടുകൂടെ തന്നെ കഴിക്കാം. ചൂടോടുകൂടെ കഴിക്കാൻ ഇത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊരു പ്ലേറ്റിലോട്ട് വിളമ്പാൻ പോവുകയാണ്. ചിക്കനൊക്കെ കണ്ടില്ലേ, നല്ലോണം കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു വാഴയില വെച്ചിട്ടാണ് കേട്ടോ ഇത് വിളമ്പുന്നത്. ചൂടോടുകൂടി വാഴയിലയിൽ ഈ ഒരു ബിരിയാണി വിളമ്പിയിട്ട് നിങ്ങൾ കഴിച്ചു നോക്കൂ. നമുക്ക് മറ്റേത് റൈസിനേക്കാളും ഇഷ്ടമാവും ഈ ഒരു റൈസ്. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് നമ്മുടെ റൈത്ത ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് മാങ്ങ അച്ചാർ എടുത്തിട്ടുണ്ട്. ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു മുട്ടയും കൂടി വെച്ചിട്ടുണ്ട്. മുട്ട ഞാൻ സാധാരണ ബിരിയാണിയുടെ കൂടെ കഴിക്കാറില്ല, പക്ഷേ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാവും. അത്രയും അതിൻ്റെ ഒരു മസാലയ്ക്ക് ഒരു പ്രത്യേകതയാണ് നമ്മൾ ആ ചില്ലി പേസ്റ്റൊക്കെ ചേർത്തത് കൊണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ആ ഒരു സ്പെഷ്യൽ റൈസും കൂടി ഉണ്ട്, പിന്നെ പറയാനേ ഇല്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്